Health tips for every day, for everyone. From Dr. Mims. ഹലോ ജെയിംസ്, എന്ത് പറ്റി? വല്ലാതെ കിതയ്ക്കുന്നുണ്ടല്ലോ. ഹലോ ഡോക്ടർ. എന്തു പറയാനാ ഡോക്ടർ, തണുപ്പായാൽ ഇത് പതിവാ. തണുപ്പടിച്ചാലുണ്ടാവുന്ന ഈ കിതപ്പ് ആസ്മയുടെ ലക്ഷണമാണ്. എന്താണ് ഡോക്ടർ ഈ ആസ്മ? നമുക്ക് ഈ രോഗം വരാനുള്ള കാരണം എന്താ? ശ്വാസനാളികളുടെ സങ്കോചമോ നീർവീക്കമോ മൂലം ശ്വാസം കിട്ടാത്ത അവസ്ഥയാണ് ആസ്മ. അലർജിയാണ് ഇതിന് കാരണം. പൊടി നമ്മുടെ ശ്വാസകോശത്തിൽ എത്തുന്നത് കൊണ്ടാണോ ഈ അലർജി ഉണ്ടാവുന്നത്? അലർജിക്ക് പൊടി മാത്രമല്ല കാരണം. ചില ആഹാര പദാർത്ഥങ്ങൾ, പുകവലി, മലിനമായ അന്തരീക്ഷം ഇവയെല്ലാം അലർജിക്ക് കാരണമാണ്. അപ്പോൾ ഡോക്ടർ, ഈ ആസ്മയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാ? വലിവ്, കിതപ്പ്, വരണ്ട ചുമ ഇതാണ് ആസ്മയുടെ പ്രധാന ലക്ഷണങ്ങൾ. മാത്രമല്ല ഇതോടൊപ്പം അമിതമായ നെഞ്ചിടിപ്പും വിയർപ്പും ഉണ്ടാവും. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ആസ്മ തടയുമെന്ന് ഞാനൊരു വീക്കിലിയിൽ വായിച്ചിട്ടുണ്ട്. ഇതിനായി ഏതുതരം ഭക്ഷണമാണ് കഴിക്കേണ്ടത്? വൈറ്റമിൻ സി ആസ്മയ്ക്ക് കാരണമായ പദാർത്ഥങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നു. ഇതിനായി ഓറഞ്ച്, സ്ട്രോബെറി, നെല്ലിക്ക, ഇലക്കറികൾ, ധാന്യങ്ങൾ ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. മീനെണ്ണ ധാരാളം അടങ്ങിയ മത്തി, അയല തുടങ്ങിയ മത്സ്യങ്ങളും ആസ്മയെ ചെറുക്കുന്നു. പുകവലി ഉപേക്ഷിക്കണം. അന്തരീക്ഷം വൃത്തിയായി സൂക്ഷിക്കുക. അലർജിക്ക് കാരണമായ ഭക്ഷണ പദാർത്ഥങ്ങൾ പാടെ ഉപേക്ഷിക്കുക. പിന്നെ ഒരു കാര്യം, ചെറിയ കുട്ടികൾക്ക് ആസ്മയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ പാലും മുട്ടയും നൽകരുത്. ആസ്മയ്ക്കുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാ? ചെറിയ തോതിലുള്ള ആസ്മ മാറാൻ ഇൻഹേലർ ചികിത്സയാണ് ഉത്തമം. ഗൌരവമായ അവസ്ഥയിൽ സ്റ്റിറോയിഡ് അടങ്ങിയ മരുന്നുകൾ കഴിക്കേണ്ടി വരും. നമ്മുടെ ചുറ്റുപാടുകൾ മലിനമാകാതെ സംരക്ഷിക്കുക. അവ നമ്മെ സംരക്ഷിച്ചുകൊള്ളും. താങ്ക് യു ഡോക്ടർ മിംസ്.